ഹായ് ഹലോ എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫേഷ്യലും കൂടെ കാണിക്കുന്നു. അപ്പം കുറേ പേര് പറഞ്ഞിട്ടാ എന്താ പറയുക കേൾക്കണില്ല എന്ന്. അപ്പം ഞാൻ പരമാവധി സൗണ്ടിൽ സംസാരിക്കുന്നുണ്ട്. ഇത് ഞാൻ സ്മിട്ടെന്ന് വാങ്ങിയതാട്ടോ ഈ സംഭവം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിൽ ഇതിങ്ങനെ ഊർന്നൂർന്ന് പോയി. ഇനി മുടി ഇങ്ങനെ ഇതായിട്ടാണോ അതോ എനിക്ക് മര്യാദയ്ക്ക് വെക്കാൻ അറിയാൻ പാടില്ലാണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഇന്ന് എന്തായാലും നമ്മളുടെ ഫേഷ്യലാണ്. ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഖ്യാതമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളുടെ ഫേഷ്യൽ. നന്നായിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവുന്നു. ഒരുപാട് പേര് കുറേ കമൻസും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫേഷ്യലായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമല്ല, റാഗി പൗഡറാണ്. അപ്പോൾ ഇത് ഞാൻ ഇത്തിരി അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ കൂടിപ്പോയത്. സമയം അധികം കളയുന്നില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഫേഷ്യൽ നമുക്ക് 2-3-4 സ്റ്റെപ്പുകളുണ്ട്. അത് നമ്മളുടെ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇതിലെടുത്തിട്ട് ദെൻ നമുക്ക് ഇതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം. എൻ്റെ റോസ് വാട്ടർ അവിടെ പോയി. റോസ് വാട്ടർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്കിന്നിനൊന്ന് പ്രെപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇത് ഞാൻ അയ്യോ ഇതിൻ്റെ പേര് ഞാൻ മറന്നു. നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൽ നിന്ന് എനിക്ക് നീം പൗഡറും പിന്നെ അതുപോലെ തന്നെ മുൾട്ടാനി മിട്ടിയും തന്നപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നതാണ്. അത് ഞാൻ എടുത്തു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക ഈ ഒരു സംഭവം ഇല്ലയെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഇല്ല, ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ക്ലെൻസ് ചെയ്യുക, ഒന്ന് മുഖം ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കുക. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഈ റാഗിയിൽ ഒരുപാട് ഗുണഗണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ഞാൻ ഇനി അതിനെ പറ്റിയിട്ട് അങ്ങനെ അധികം ഇനി പറയ്ക്ക് പറയണമൊന്നുമില്ല. മസാജിങ് കുറച്ച് ക്ലെൻസിങ് നന്നായിട്ടൊന്ന് മുഖത്തെ കുറച്ചും കൂടെ ഒന്ന് പ്രെപ്പാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ റോസ് വാട്ടർ ഒത്തിരി നല്ലതാണ്. എനിക്കാണെങ്കിൽ നല്ല തലവേദനയുണ്ട്. ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു, ഭയങ്കര തലവേദന. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു ഗുളിക എടുത്ത് കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നടന്നു തുറന്നത്. കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്താണെന്നല്ല, കുറച്ച് നാളെ എനിക്കിങ്ങനെ ഈ ഓൾട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡ്രസ്സുകളൊക്കെ ഇല്ലേ, ഇങ്ങനെ ഫ്രഷ് തുണിയെടുത്ത് തയ്ക്കാനേക്കാട്ടിയും കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം പണ്ട തുണികൾ എടുത്തിട്ട് അതുമ്പോൾ പണി പിടിക്കില്ലേ, ആ സംഭവമാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കേട്ടോ. അപ്പം ഞാനിങ്ങനെ എൻ്റെ പഴയ ചുരിദാറുകളൊക്കെ വെട്ടി അങ്ങനെ ടോപ്പ് അടിക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കാറുള്ളൂ. കുറച്ച് തയ്ച്ചോളൂ. അപ്പോഴത്തേനും എനിക്ക് ബോറടിച്ചില്ല, ഭയങ്കര ചൂടേറിയിട്ട് ഭയങ്കര ചൂട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത് നിർത്തിവെച്ച്. പിന്നെ അപ്പോഴത്തേനും കുറച്ച് നേരം ഇതായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് ഒരു അണ്ടർ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കളയാൻ ഞാനിവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ച് നേരം ഒന്ന് വളരെ സോഫ്റ്റായിട്ട്, ഇതിപ്പോൾ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് പൊടിയാണ് വേണ്ടത്. പക്ഷെ ഞാൻ ഇതിൻ്റെ കൊറ്റനടക്കം എടുത്തു, കാരണം തിളപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഞാനൊരു വീഡിയോ ഞാൻ ഇൻസെറ്റിലിടാം. തിളപ്പിച്ചിട്ടാണ് എടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൈസ് പൊടിയാണ് എടുക്കുന്നത്. അതാവുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും. ഇത് കുറച്ചിങ്ങനെ തരിതരി ഉള്ളതാണ്, കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് തരിതരി ഉണ്ട്, പക്ഷെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് ചെയ്യാം. ദെൻ ഞാനിതൊന്ന് ക്ലീൻ ആക്കട്ടെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ്. അപ്പോൾ കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും സ്ക്രബ് ചെയ്യുമ്പോഴത്തേനും ഡെഡ് സെൽസ് പോകാൻ വേണ്ടിയിട്ടും അങ്ങനെ എല്ലാ കാര്യത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ കോഫി പൗഡർ. പക്ഷെ ഞാനിത് എടുത്തത് ഇച്ചിരി അധികമായി. അങ്ങനെ കമ്പൽസറി പറയുന്നില്ല, പക്ഷെ നമ്മളുടെ സ്കിന്നിന് കുറച്ചും കൂടെ എന്താ പറയുക ഒന്ന് സ്ക്രബിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു എഫക്റ്റീവായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണത് എനിക്ക് എന്താ പറയുക ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കോഫി പൗഡറാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുള്ളത്. നന്നായി നിറം വയ്ക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ, അതായത് നിങ്ങളിപ്പോൾ വീട്ടിൽ ഫേഷ്യൽ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഫേഷ്യൽ ചെയ്യാൻ പാടില്ല. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഫേഷ്യൽ ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് പേര് പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ കുറച്ച് പേർക്ക് സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യേണ്ട, സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ല മീൻസ് കഥ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സംസാരിക്കുന്നൊന്ന് കേട്ടാൽ മതിയെന്ന്. ഞാനേ പതുക്കെയാണ് സംസാരിക്കേണ്ടായിരുന്നത്. അത് കാരണം കൊണ്ടാണ് ഈ വീഡിയോയിൽ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാനൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യാണ്. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേനും എന്തിട്ടുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡെഡ് സെൽസ്, പിന്നെ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമുക്കിവിടെ ഈ ഡാർക്ക് നെക്കില്ലേ, എനിക്ക് ആ സംഭവം ഭയങ്കരമായിട്ടുണ്ട്. ഈ കഴുത്തിൻ്റെ ഈ മടക്കിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളർ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ സ്ക്രബിങ്. പക്ഷെ സ്ക്രബിങ് നമ്മൾ എപ്പോഴും ചെയ്യരുത്. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ സ്ക്രബ് ചെയ്യാം.
ഭയങ്കര ഹാർഷായിട്ട് ചെയ്യരുത്, ഭയങ്കര എന്താ പറയുക ഭയങ്കര ജെന്റിലായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് എവിടേക്കാണോ കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഒന്ന് ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ കോർണറിലൊന്നും ചെയ്യരുത്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം ഒരുവിധം എല്ലാം ബൈ ഹാർട്ട് ആണല്ലോ ഇപ്പം ഫുള്ള് സ്കിൻ കെയർ വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് അതിനോട് പിന്നെ മാത്രമല്ല, ഞാൻ ഓൾറെഡി അൺഈവൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് എന്താണ് ഞാനൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ഒരുപാട് ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം കേട്ടോ. ധൈര്യമല്ല മീൻസ് എന്തായാലും പറയാനായിട്ട് മറക്കരുത്. കമൻസ് ഇപ്പോൾ കുറച്ച് കമൻസ് ഒക്കെ വരുന്നുണ്ട്, വളരെ സന്തോഷം. നമ്മൾ കുറച്ച് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾ എങ്ങനത്തെ വീഡിയോസ് ആണ് കാണാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളതൊക്കെ എനിക്ക് അന്നല്ലേ അറിയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളത് പറയാനായിട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് പറയാനായിട്ട് മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഞാൻ എന്താ പറയുക കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പം ഓൾറെഡി എനിക്ക് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, ഇവിടെയൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട് നന്നായിട്ട്. ഇപ്പോൾ ഒത്തിരി ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു എന്താ പറയുക ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ കയ്യിൽ പീൽ ഓഫ് മാസ്ക് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് അതിന് മാത്രം മൂക്കിൻ്റെ തുമ്പത്തൊക്കെ എനിക്ക് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഒരുവിധം ഒക്കെ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ആ ഒരു എന്താ പറയുക ചാർക്കോൾ മാസ്ക് ആണ്. നല്ല വേദനയാണ്, എന്നാലും ഞാനത് ഫ്രീക്വൻ്റ്ലി അങ്ങനെ ചെയ്താണ് പോയത്. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. വൈറ്റ് ഹെഡ്സ് പിന്നെയും നമുക്ക് ഒന്നും എന്താ പറയുക പിന്നെയും അങ്ങനെ ഈ സ്ക്രബൊക്കെ ചെയ്യുമ്പോഴത്തേനും പോകും, പക്ഷെ ബ്ലാക്ക് ഹെഡ്സ് പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളയാനായിട്ട് ഇങ്ങനെയൊക്കെ നോക്കുക ചെയ്യുക. അപ്പോൾ ഞാനിതും റിമൂവ് ചെയ്യട്ടെ കേട്ടോ. മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, നന്നായി കഴുകി അതിന് ശേഷം നമ്മളിനി ഒരു മാസ്ക് ഇടാൻ പോവാണ്. അപ്പം മാസ്ക് ഇടുമ്പോഴത്തേനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ റാഗി പൗഡറിൻ്റെ കൂടെ, അതായത് റാഗി മിക്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചന്ദന പൗഡർ, സാൻഡൽവുഡ് പൗഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. സോ ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാം. അതായത് സ്കിൻ ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റി. സ്കിൻ ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് എന്താണോ കയ്യിലുള്ളത്, ഇപ്പോൾ ബീട്രൂട്ട് പൗഡറാണ് ഞങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ബീട്രൂട്ട് പൗഡർ ആയാലും കുഴപ്പമില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾട്ടാണി മിട്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ മുൾട്ടാണി മിട്ടി എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കടലമാവും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഇടണം, കാരണം ഇത് നമുക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ, ഒരു മാസ്കിംഗ് എന്ന് പറയുമ്പോൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് കാരണം കൊണ്ട് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്ക്, ഒരു പൗഡർ ഞങ്ങൾ ഇടുക ഈ ഒരു മിക്സിൻ്റെ കൂടെ. ഓൾറെഡി റാഗി പൗഡർ നന്നായിട്ട് നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരെണ്ണം ഇടണം കേട്ടോ. അപ്പം ഞാനിപ്പം മുൾട്ടാണി മിട്ടി ഇട്ടിട്ടുണ്ട്. അയ്യോ ഞാൻ കാണിച്ചില്ല അല്ലേ, മുൾട്ടാണി മിട്ടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചേക്കാൻ ഇതിലിട്ടിട്ടുണ്ട്. ദെൻ ഞാനൊരു ടീസ്പൂണ് എന്താ പറയുക നമ്മുടെ ഫേസിന് ആവശ്യമുള്ള അത്രയ്ക്കും നമ്മൾ ഈ ഒരു മിക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കടലമാവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ സംഭവമാണ്, കടലപ്പരിപ്പ് അരച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഫുൾ ബോഡിയിൽ ഇടയ്ക്കിടയ്ക്ക് പാക്ക് ഇടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം കല്യാണം എന്നാന്ന് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ പാക്ക് ഇടുന്നുണ്ട്, ചാലഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാലും കല്യാണമായിട്ടുണ്ടാവുമെന്നും കല്യാണം എന്നാണെന്നോ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇതൊരു ചാലഞ്ച് പോലെ നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ ഈ അടുത്തൊന്നും എനിക്ക് എന്നാൽ ഫിക്സഡ് ആയിട്ട് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും, പക്ഷെ അതെന്നാണ് ഫിക്സ് ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പാക്ക് ഇടാൻ പോവാണ്. ഇത്തിരി തിക്കായിട്ട് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. കഴുത്ത് സ്കിപ്പ് ചെയ്ത് ചെവി ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ല, അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ ചെവിയിലും ഇടാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇടാം, പക്ഷേ നന്നായിട്ട് വൃത്തിയാക്കി കളയണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ കമ്മലൊക്കെ ഇട്ടുള്ള കാരണം ഇത് നാറ്റടിക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെ കുറച്ച് ചെളിയൊക്കെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മലിൻ്റെ കൂടെ ചെളിയും കൂടെ കൂടി കഴിഞ്ഞാൽ ചാതി മണ്ണടിക്കും. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം.
ഞാൻ മിക്കപ്പോഴും ചെവിലിൽ അങ്ങനെ ഇടാറില്ല. അങ്ങനെ ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ തലമേലൊക്കെ ഒരുമിച്ച് ഇങ്ങനെ നിന്ന് വിശാലമായിട്ട് കുളിക്കില്ലേ, ആ സമയത്ത് മാത്രമേ ഞാൻ അങ്ങനെ ഇടാറുള്ളൂ. അപ്പോൾ അതങ്ങനെ ഇതാവുമല്ലോ. അല്ലാണ്ട് നമ്മളിങ്ങനെ മുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ആക്കുമ്പോൾ ചെവി വൃത്തിയായിട്ട് അങ്ങനെ വൃത്തിയാവണ പോലെ എനിക്ക് തോന്നാറില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെവിട്ടിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകാറ്. മിക്കപ്പോഴും ചെവിട്ടിൽ വെള്ളവും പോകാറുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം തിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയും ബാക്കിയുണ്ട് നമുക്ക്. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ഹാഫ് ഡ്രൈ ആയിട്ടുണ്ട്. ഞങ്ങൾ സ്ക്രബ് ഒന്നും ചെയ്യരുത്, ജസ്റ്റ് അങ്ങനെ തന്നെ വാഷ് ചെയ്ത് കളയാം. അപ്പം ഞാൻ ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ കളയുന്നത്. വാവ്, എന്റെ മോനെ അടിപൊളി. അമ്പോ, നന്നായിട്ടല്ലേ. ഞാൻ ഈ 3 ഇൻഗ്രീഡിയൻസ് ഇട്ട കാരണമാണോ എന്ന് എനിക്കറിയില്ല. അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല, സത്യം പറഞ്ഞാൽ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. ഓ, പക്ഷെ ഇത് എന്താ പറയാ, നമ്മുടെ സ്കിന്നിന് കുറച്ച് 2-3 പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കൊരു എന്താ പറയാ, ആ ഒരു എക്സ്ട്രാ ബ്രൈറ്റ്നെസ് വരുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടും പ്രോപ്പറായിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ ഒരു 1 ഇയർ, ഒരു 8 മന്ത്സിൻ്റെ അടുത്തേക്ക് ഞാൻ ഒറ്റ സ്കിൻ കെയർ പോലും ചെയ്യാണ്ടും ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ ഞാൻ പറയുകയാണ്, സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുണം നമ്മുടെ സ്കിന്നിന് എന്തായാലും ഉണ്ടാവും. കരിവാളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കരിവാളിപ്പായിരുന്നു എനിക്ക്. നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ പഴയ, അതായത് ഞാൻ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തെ എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ഇതും ഇപ്പോഴത്തെ എൻ്റെ സ്കിന്ന് മാറിയതും നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. ചില ലിപ്സ്റ്റിക്കുകൾ, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ലിപ്സ്റ്റിക്കുകൾ എനിക്ക് വാഷ് ഔട്ട് ആയിരുന്നു. കാരണം അത്രമാത്രം ടാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ കെയർ റൂട്ടീൻ അതൊരു നമ്മൾ കുളിക്കുന്ന പോലെ ഒരു റൂട്ടീനായിട്ട് നിങ്ങൾ എടുക്കുക. സ്കിൻ ശ്രദ്ധിക്കാൻ ആഗ്രഹമുള്ളവർ കേട്ടോ. അല്ലാത്തവരുടെ അടുത്ത് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ മുഖം നന്നായിട്ട് എന്തായാലും കഴുകട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മസാജിങ് ആണ്. മസാജിങ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് നമ്മളുടെ എന്താ പറയുക, ഫേഷ്യലിൽ മസാജ് ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ സ്കിന്നിലുള്ള സാഗിങ്, അതേപോലെ തന്നെ ഫൈൻ ലൈൻസ്, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ് എങ്കിലും മസാജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജ് ചെയ്യാം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഒന്ന് മുഖം കഴുകിയിട്ട് വരാം. ഓക്കെ, ഫേസൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കണ്ടോ, വാവ്, എന്താ രസമല്ലേ കാണാനായിട്ട്. ഇത്രയും അടുത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലെടുക്കാം, വേറെ ഒന്നും വേണമെന്നില്ല. പാലെടുക്കാം അല്ലെങ്കിൽ തൈരെടുക്കാം. നിങ്ങൾക്ക് അത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട്, ഇപ്പോൾ വേറെ ഒരു ടൂളും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കണ്ണിൻ്റെ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇവിടെ ചീക്സ് ഒക്കെ നന്നായിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ ഒതുങ്ങണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഡബിൾ ചിൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇജാതി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. ഇതിപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ടൂളുള്ള കാരണം കൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഞാൻ എന്താ തൈര് യൂസ് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൈര് നന്നായിട്ട് എൻ്റെ സ്കിന്നിൽ കുറച്ചും കൂടെ സെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തൈരാണ്. പാലെനിക്ക് പറ്റില്ല. പാലെനിക്ക് ചെറിയ ചെറിയ കുരുക്കൾ ഫോം ചെയ്യും. എനിക്ക് ആദ്യം തൈരൊന്നും പറ്റണമെന്നില്ല കേട്ടോ. പിന്നെയാണ് എനിക്ക് തൈര് സെറ്റായത്. എന്താണെന്നല്ല, സാധാരണ രീതിയിൽ ഓയിലി സ്കിന്നുള്ളവർക്ക് തൈര് പറ്റില്ല എന്നാണ് പറയുക. പക്ഷെ എനിക്കെന്തോ തൈര് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ എന്തായാലും കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യാൻ പോവാണ്. ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇത് മാത്രമല്ല കേട്ടോ, എൻ്റെ വേറെ ടൂളുകളുണ്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവമുണ്ട്. ഈ സംഭവം ശരിക്കും പറയാനായിട്ട് നമുക്ക് ഡബിൾ ചിൻ ഇല്ലേ, ആ ഡബിൾ ചിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് കൺഫ്യൂഷൻ ഉള്ളവർക്ക് എന്തായാലും ഇത് നല്ല അടിപൊളിയാണ്. ഈ ഒരു ഞാൻ ഇത് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സുഖമുണ്ട്. നല്ല ഇതിങ്ങനെ ഉരുണ്ടിരുന്ന് പോകുമ്പോൾ നല്ല സുഖമാണ്. ഇത് വേണമെങ്കിൽ വാങ്ങാം, ഇതൊക്കെ ഒരു 150 രൂപയുടെ അണ്ടറിലുള്ളൂ. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാം. ഫൈൻ ലൈൻസ് ഒക്കെ ഒരുപാട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യണ സംഭവങ്ങളാണ് ഇതൊക്കെ. ബ്യൂട്ടി ടൂൾസ് ഒക്കെ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി വിലയുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ലായിരുന്നു.
അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. തൈരിൻ്റെ മണം അത്ര സുഖമല്ല കേട്ടോ. വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തൈരായ കാരണം കൊണ്ട് ഒരുമാതിരി ഭയങ്കര മണം. ഓക്കെ, അപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. നല്ല കണ്ടോ, നല്ല ചേമ്പിൽ നനയണ പോലെ ഇരിക്കണായിരുന്നു. അപ്പോൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു ഗ്ലേസിങ് തോന്നിക്കും. ദെൻ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും കൊടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂടാ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുക. അതൊക്കെ മറക്കരുത്. പിന്നെ ഇനി ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ അപ്പം തന്നെ നന്നായിട്ട് സ്കിന്നൊക്കെ ഒന്ന് തുടച്ച് സെറ്റായതിന് ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഞാൻ മോയ്സ്ചറൈസറായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യണത് ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഡീറ്റാൻ ഗ്ലോ ലൈറ്റ് ഡേ ക്രീമാണ്, ഉബ്റ്റാൻ്റെ. ഇത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്തിട്ട് എൻ്റെ ടാനൊക്കെ നന്നായിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര വിശ്വാസമായി ഇതിനെ പറ്റിയിട്ട്. നല്ല ഗ്ലോ പോലെ ഇരിക്കും, നല്ല സെറ്റായിട്ടിരിക്കും. നമ്മളുടെ സ്കിന്നിനെ ഓയിൽനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണ കാരണം കൊണ്ട് മാത്രമേ ഞാനിത് യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസറാണോ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചറൈസർ ഇടാനായിട്ട് മറന്നു പോകരുത്. അപ്പം ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പറയാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഞാൻ നിർബന്ധിക്കില്ല, നിങ്ങൾക്ക് എപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയ്ക്കും ബൈ.